ബ്രിട്ടീഷുകാർ കോളനിവൽക്കരിക്കുന്ന കാലഘട്ടങ്ങളിൽ അവർ കോളനിയാക്കി വെച്ച ഒരു പ്രത്യേക സ്ഥലത്ത് അവിടുത്തെ പട്ടാളക്കാർ ഒരു മാടക്കടയിൽ നിന്ന് പഴം ഇരിഞ്ഞെടുത്ത് അവർ ചോദിക്കാതെ അങ്ങ് കഴിക്കുക. അപ്പോൾ ആ മനുഷ്യൻ, കടക്കാരൻ, ഇവരെ പോകുന്ന കണ്ടപ്പോൾ പൈസ ചോദിച്ചു. അവരൊരു മൈൻഡും ഇല്ലാതെ, ഒന്നും കൂസാക്കാതെ, പൈസയും കൊടുക്കാതെ ആ പഴവും കഴിച്ച് വെച്ച് അവർ പോവുക. ഉടനെ ഈ കടയിലിരുന്ന മനുഷ്യൻ അഥവാ കടക്കാരൻ അവരെ നോക്കി വിളിച്ചു പറഞ്ഞു, ബി ലൈക്ക് ബ്രിട്ടീഷ്. അത് കേട്ട പാതി അവരെല്ലാം പൈസയുമായിട്ട് തിരിച്ചു വന്ന് അവർ കഴിച്ച പഴത്തിൻ്റെ ആ പൈസ അവിടെ അടയ്ക്കാനിടയായി. ബി ലൈക്ക് ബ്രിട്ടീഷ് എന്ന ഒറ്റ വാക്ക്, അല്ലെങ്കിൽ ആ ഒരു വാക്കിൻ്റെ ശക്തി അവരെ അവിടെ രാജ്യത്തെ പൗരന്മാരാണെന്നുള്ള ഒരു ചിന്തയിലേക്ക് നയിക്കുകയും അവർ കഴിച്ചതിൻ്റെ തുക അവിടെ കൊടുത്തേച്ച് പോവുകയും ചെയ്യും. നാം ഏത് രാജ്യത്തും ആകട്ടെ, ഏത് ദേശത്തും ആകട്ടെ, നമ്മൾ ആരാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ് എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. ഒരുപക്ഷെ നമ്മളെ മെൻറ്ററായിട്ട് നമുക്കാരും കാണുക, പോരായ്മകളോ കുറവുകളോ തെറ്റുകളോ ഒക്കെ തിരുത്തിത്തരാൻ ഒരുപക്ഷെ നമുക്ക് സീനിയേഴ്സായിട്ട് ആരും കാണുകയല്ല, അല്ലെ അതിന് യോഗ്യരായിട്ടോ അല്ലെങ്കിൽ ആ നിലയിലൊന്നും ഒരുപക്ഷെ ആരും കണ്ടില്ലേലും നമ്മൾ ആരാണെന്നുള്ള ഒരു തിരിച്ചറിവ് അത് നമ്മളെ ഏത് നിമിഷവും ഭരിക്കുന്നത് നല്ലതായിരിക്കും. ദാനിയേലിനെ സംബന്ധിച്ച് പ്രവാസ ജീവിതത്തിൽ സുഖലോലുപനായി തനിക്ക് ഏത് വിധത്തിലും ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അവിടെ താൻ ആ പ്രമാണത്തിന് വേണ്ടി നിന്നു. ഒരു സമയത്ത് തൻ്റെ ജീവൻ പോലും ബലി കൊടുക്കേണ്ടതായിട്ട് വന്നു, അല്ലേ? എന്ന് പറഞ്ഞാൽ ആ നിലയിൽ സിംഹത്തിൻ്റെ ഗുഹയിൽ തന്നെ തള്ളിയിടുവാൻ രാജകൽപ്പന വന്നു, തള്ളിയിട്ടു. പക്ഷെ അവിടെയും തനിക്ക് വേണ്ടി ദൈവം തൻ്റെ ദൂതനെ അയച്ച് തീരുമാനത്തിന് വേണ്ടി, പ്രമാണത്തിന് വേണ്ടി, ദൈവവചനത്തിന് വേണ്ടി നിന്ന ദാനിയേലിനെ ഒരു പോറൽ പോലും ഏൽക്കാതെ പുറത്തു കൊണ്ടുവരാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സാഹചര്യം ഏതുമാകട്ടെ, സന്ദർഭങ്ങൾ ഏതുമാകട്ടെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. ദൈവവചനം പ്രമാണിക്കുന്ന, ദൈവികമായ കൽപ്പനകളെ പാലിക്കുന്ന ഒരു ദൈവപൈതലാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടെ ജീവിപ്പാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ സുവിശേഷം ഒത്തിരി പറഞ്ഞില്ലേലും നമ്മുടെ ജീവിതം കണ്ട് യേശു ക്രിസ്തുവിനെ അറിയാൻ ഇടയായിത്തീരും. വ്യക്തിപരമായ ജീവിതത്തിൽ ഇന്ന് പലരെയും ആരംഭ നാളുകളിൽ അവരുടെ ശുശ്രൂഷയിൽ പോലും ഒരുപക്ഷെ വചനം നന്നായി പ്രഖ്യാപിച്ചവർ, പ്രസ്താവിച്ചവർ, പിന്നത്തേതിൽ പലവിധ സാഹചര്യങ്ങളിലൂടെ അവരെ മെന്റർ ചെയ്യാൻ ആരുമില്ലാതെ, അവർക്ക് തോന്നുന്നത് പറയാൻ, ദൈവാലോചനയാണെന്ന് പറയാൻ, പരിശുദ്ധാത്മാവ് തന്ന ആലോചനയാണെന്ന് പറയാൻ ഒക്കെ ഒരു മടിയുമില്ലാതെ ഇന്ന് വചനം പ്രസംഗിക്കുന്നു എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നാം ആരാണെന്നുള്ള തിരിച്ചറിവോടെ ദൈവസന്നിധി വിശ്വസ്തരായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.